കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചോദിച്ചു വാങ്ങുക എന്നത് പാകിസ്ഥാന് ഒരു ശീലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല, കൊടുത്തില്ലെങ്കിൽ നമുക്കും ഒരു സമാധാനമില്ല. ഇപ്പോൾ വീണ്ടും ഇന്ത്യയുടെ അടുത്ത് പണി ഇരന്നു വാങ്ങാൻ വന്നിരിക്കുകയാണ് പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സൈനിക സംഘർഷത്തിന്റെ 1ാം വാർഷികത്തിൽ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള പുതിയ യുദ്ധഭീഷണിയുമായിട്ടാണ് മുനീർ രംഗത്തെത്തിയിരിക്കുന്നത്. സിന്ദൂറിന്റെ 1ാം വാർഷികത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. പാകിസ്ഥാനിൽ നമ്മുടെ സൈന്യം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വെറും വാക്കുകളായിട്ടല്ല, കൃത്യം വീഡിയോ ഫൂട്ടേജുകളും സാറ്റലൈറ്റ് ഇമേജുകളും സഹിതം കാര്യകാരണ സഹിതം നമ്മൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരുന്നു. ഇതോടെ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ തൊലി ഉരിഞ്ഞ അവസ്ഥയിലായി. ഇതിന് ബദലായി പാകിസ്ഥാനും പത്രസമ്മേളനം വിളിച്ചെങ്കിലും കാണിക്കാൻ ഒരു തെളിവും ഇവരുടെ കയ്യിലില്ലല്ലോ. ഇവരുടെ കൈവശം യാതൊരു തെളിവുകളും ഒന്നുമില്ല, ചുമ്മാ കുറച്ച് സ്ഥിരം തള്ളുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നാണം കെട്ടു എന്ന് അവർക്ക് തന്നെ മനസ്സിലായതിന്റെ പുകച്ചിൽ തീർക്കാനാണ് മെയ് 10 റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് വെച്ച് അസീം മുനീർ ഇപ്പോൾ പുതിയ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇനിയൊരു സൈനിക നീക്കം ഉണ്ടായാൽ പ്രത്യാഘാതം വ്യാപകവും അപകടകരവും വേദനാജനകവുമായിരിക്കുമെന്നാണ് പാക് സൈനിക മേധാവിയുടെ വീരവാദം. ഒന്നുമില്ല, കള്ള് തലക്കി പിടിക്കുമ്പോൾ ഇവിടെ ഒരു ലോഡ് ശവം വീഴും എന്ന് ചിലർ തട്ടിവിടാറില്ലേ, അതുപോലെ തട്ടിവിട്ടതാണ് പുള്ളി. ഇതൊക്കെ ഇങ്ങനെ പ്രസ്താവനയായിട്ടാണ് പുറത്തു വരുന്നതെന്ന് മാത്രം. 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ അത്ര വേഗം അങ്ങ് മറക്കാൻ കഴിയില്ലല്ലോ. മെയ് ആദ്യവാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാക് പിന്തുണയോടെ നടന്ന ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ചുട്ട മറുപടി. ഇന്നും അതോർത്ത് മുനീറിന്റെ കൂട്ടുകാരൻ തീവ്രവാദിയായിട്ടുള്ള മസൂദ് അസർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് എന്നാണ് കേട്ടുകേൾവി. മൂപ്പിലാന്റെ കുടുംബത്തിലെ മുഴുവൻ പേരെയും 25 മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യ വൈപ്പൗട്ട് ചെയ്തത്. പോരാത്തതിന് 100ഓളം തീവ്രവാദികളാണ് അന്ന് രാത്രിയിലെ ഇന്ത്യയുടെ കോപാഗ്നിയിൽ വെന്ത് വെണ്ണീറായത്. അതിർത്തിക്കപ്പുറമുള്ള 9 പ്രധാന ഭീകരവാദ ക്യാമ്പുകൾ പൂർണ്ണമായും നശിപ്പിച്ചു. 13 പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. 9ഓളം പാക് വ്യോമത്താവളങ്ങൾ അടിച്ച് തരിപ്പണമാക്കി. ഇന്ത്യയുടെ സംഹാര താണ്ഡവത്തിന്റെ വെറും 1% ഇന്ത്യ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ സംഭവിച്ചതാണിത്. ഈ വൻ തിരിച്ചടിയെയാണ് മാർക്ക് ഇ ഹക്ക് അഥവാ സത്യത്തിനായുള്ള പോരാട്ടം എന്ന് വിളിച്ച് പാകിസ്ഥാൻ തന്ത്രപരമായ വിജയം നേടി എന്ന് മുനീർ അവകാശപ്പെടുന്നത്. അതിന്റെ പേരിൽ ഒരു പ്രൊമോഷനും പുള്ളി വാങ്ങിച്ചിട്ടുണ്ട്. യാതൊരു തെളിവും നിരത്താതെ, പോരാത്തതിന് അന്ന് ഹോട്ട്ലൈൻ ചർച്ചകളിലൂടെ വെടിനിർത്തലിനായി ഇന്ത്യ അമേരിക്കയുടെ സഹായം തേടി എന്ന വ്യാജ അവകാശവാദവും മുനീർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ മുനീർ പരസ്യ ഭീഷണി മുഴക്കി ദിവസങ്ങൾക്കുള്ളിലാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്. അന്നത്തെ ഭീകരാക്രമണം മുനീർ തന്നെ പ്ലാൻ ചെയ്തതാണെന്നും പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കോവേർട്ട് ഓപ്പറേഷൻ ആണെന്നുമുള്ള ഒരു ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ആ ആരോപണങ്ങൾ ഇന്നുവരെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. ഇത്തവണയും സ്വന്തം ജനതയ്ക്ക് മുന്നിലും ലോകത്തിന് മുന്നിലേക്ക് നാണക്കേട് മറച്ചു വെക്കാനാണ് മുനീർ ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം ജനറൽ അസീം മുനീർ ഇന്ത്യക്കെതിരെ നടത്തുന്ന 4ാമത്തെ പരസ്യ ഭീഷണിയാണ്. നാണക്കേട് മാറ്റാനുള്ള ഇത്തരം ഗിമ്മിക്കുകൾ പാകിസ്ഥാനും ചിലപ്പോൾ ചെലവായി പോയേക്കാം. എന്നാൽ മുനീറിന്റെ കഷ്ടകാലത്തിന് അയാളുടെ ഈ പ്രസ്താവനകളുടെ ചൂടിൽ അയാൾ പോലും അറിയാതെ ഏതെങ്കിലും ഭീകരവാദി വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി എന്തെങ്കിലും അവിവേകത്തിന് ശ്രമിച്ചാൽ പിന്നെ പാകിസ്ഥാന്റെ ബാക്കി പത്രം എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. മുനീറിന്റെയും അടുത്ത പണി അവർ ഇരന്നു വാങ്ങുകയാണ് എന്ന് ചുരുക്കം.